മൂന്നാം നൊമ്പരം എന്ന സിനിമ കാണാനായിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. കർത്താവിനെ കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടുന്ന ആ നൊമ്പരത്തിൻ്റെ കഥയാണ് മൂന്നാം നൊമ്പരം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതിവൃത്തം, ഈ കാലഘട്ടത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇതിവൃത്തം. മക്കളെ ഓർത്ത്, കാണാതെ പോയതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ധാരാളം മാതാപിതാക്കളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സിനിമ അവർക്ക് വഴികാട്ടിയാകും, അവർക്ക് ഒരു എംപവറിങ് എനർജിയാകും. ഇത് നിർമ്മിക്കാനായിട്ട് കഷ്ടപ്പെട്ട ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനെയും ഇതിൻ്റെ പുറകിലെ എല്ലാ കലാകാരന്മാരെയും ഞാൻ ഓർക്കുന്ന സഭയുടെ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അവർ ചെയ്ത വേല സുവിശേഷവൽക്കരണ വേലയുടെ ഭാഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിനിമയ്ക്ക് എല്ലാ ഭാവങ്ങളും തന്നിരുന്നു. ഇത് കാണാതെ നിങ്ങൾ പോകരുത്. എല്ലാവരും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സെസൻ മീഡിയ അവതരിപ്പിക്കുന്ന മൂന്നാം നൊമ്പരം എന്ന സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം കാണാതാകുന്നതിൻ്റെ ദുഃഖം അത് എല്ലാവരുടെയും മനസ്സിനെ ഭാരപ്പെടുത്തുന്നതാണ്. കാണാതായ ആടിൻ്റെ കഥയും കാണാതെ പോയ നാണയത്തിൻ്റെ കഥയും പറഞ്ഞ കർത്താവ് താൻ തന്നെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതാകുന്ന സന്ദർഭത്തെ അഭിമുഖീകരിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ തൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനകൾ ഈ സിനിമയുടെ ഒരു മുഖ്യ പ്രമേയമാണ്. ഇത് കാലിക പ്രസക്തമായൊരു വിഷയമാണ് എന്ന് നമുക്കറിയാം. മക്കളെ നഷ്ടപ്പെടുന്നതിൻ്റെയും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുടെയും ഭാരം പേറുന്ന മാതാപിതാക്കളുടെ ഒരു നേർചിത്രമാണ് മൂന്നാം നൊമ്പരം എന്ന ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഇതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും ഈ സിനിമയുടെ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കുമല്ലോ. മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ 2025 നമുക്ക് ലഭിച്ച വലിയൊരു സമ്മാനമാണ് മൂന്നാം നൊമ്പരം എന്ന മനോഹരമായ ഈ ചലച്ചിത്ര കാവ്യം. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യാവതാരത്തെക്കുറിച്ച്, രക്ഷകനെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെയുള്ള ധ്യാനമാണ് നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നത്. ആ രീതിയിൽ വളരെ ധീരമായ ഒരു മനസ്സോടെ, ധ്യാനാത്മകമായ ഭാവത്തോടെ ഈ ചലച്ചിത്രം നിർമ്മിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജോഷിയെയും ജിജിയെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. ചലച്ചിത്ര മേഖല, ചലച്ചിത്രം മനുഷ്യനെ ഏറെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചലച്ചിത്രത്തിലൂടെ ഈശോയെ അവതരിപ്പിക്കാൻ സാധിക്കുമ്പോൾ അതൊരു പക്ഷേ ഒരു ബൈബിൾ പ്രസംഗത്തെക്കാളും എല്ലാം വളരെ പ്രസക്തമായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു നൊമ്പരമാണ് ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അമ്മ നൊമ്പരം അനുഭവിക്കാത്ത ആരും തന്നെയില്ല. അമ്മയുടെ ആ നൊമ്പരം എന്തായിരുന്നു? ഉണ്ണിയെ നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിലെ ആകാംക്ഷ ഒട്ടും ചോർന്നു പോകാതെ ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന ഒരു ചലച്ചിത്രമായിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ അതിനെ നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ ചലച്ചിത്രങ്ങൾ ഈ മേഖലയിൽ നിർമ്മിക്കപ്പെടുകയുള്ളൂ. ഇതിലൂടെ നൽകപ്പെടുന്ന ഗുഡ് ന്യൂസ് അത് സ്വീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ജോഷി സംവിധാനം ചെയ്ത മൂന്നാം നൊമ്പരം എന്ന ബൈബിളിലെ ഒരു പ്രത്യേക സംഭവത്തെ, ഈശോയെ കാണാതായ ആ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഇതിവൃത്തം. വാസ്തവത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ ഇഷ്ടമെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ ജീവിതത്തിലെ യാതനകളിലൂടെയും വേദനകളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും പരിശുദ്ധമ്മ കടന്നുപോയത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. 12-ാമത്തെ വയസ്സിൽ മകനെ നഷ്ടപ്പെടുന്നൊരമ്മ, ഒരുപക്ഷെ ഇന്ന് ടീനേജേഴ്സിലെ പലതരത്തിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ നൊമ്പരങ്ങളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അമ്മയുടെ നൊമ്പരം അന്ന് ഭയാനകമായിരുന്നു. ആദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ഭർത്താവ് അറിയാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഭർത്താവും സമൂഹവും എങ്ങനെ ഏറ്റുവാങ്ങുമെന്നുള്ള ആ നൊമ്പരം അതിമനോഹരമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ജോഷിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ പഴയ
ഫിലിമിൽ ഫോട്ടോ എടുക്കുന്ന പോലെയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ്സാണ് വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നൊമ്പരപ്പെടേണ്ട കാര്യമില്ല. പ്രാർത്ഥനയാകുന്ന ഈ ലായനിയിൽ നമ്മുടെ അനുഭവങ്ങളെ കഴുകുമ്പോൾ അത് സുന്ദരമായിരിക്കുന്ന രക്ഷാകരമായിരിക്കുന്ന സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാം നമ്പരം എന്ന ആ സിനിമയിലൂടെ ജോഷി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്കും ആ നൊമ്പരങ്ങൾ ആത്മീയമായിട്ടുള്ള സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. വളരെ നല്ല ഫിലിമായിരുന്നു. ആദ്യമായിട്ടാണ് യേശുവിനെ പറ്റി ഇങ്ങനെ ഒരു, നമ്മൾ ജസ്റ്റ് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് കണ്ടപ്പോഴാണ് മറിയത്തിൻ്റെ ആ ഒരു നൊമ്പരം നമുക്ക് മനസ്സിലായത്. ഈ സിനിമ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ആ പ്രദേശം പോലെ തന്നെയൊക്കെ മനസ്സിൽ ബൈബിളിലൊക്കെ വായിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കോസ്റ്റ്യൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. കോസ്റ്റ്യൂം, പിന്നെ മറിയത്തിൻ്റെ ടെൻഷൻ. അത് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇതുവരെ ഒരിക്കലും എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ അടുത്തിരുന്ന സുഹൃത്തിനോട് പറയുക പോലും ചെയ്തു. ആ ടെൻഷൻ ശരിക്കും മറിയത്തിൻ്റെ അവിടെ ചിത്രീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയ യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴുള്ള ആ വികാരതീവ്രമായ രംഗങ്ങൾ എന്നും മനസ്സിൽ തിങ്ങി നിൽക്കുന്നതായിരിക്കും. സിനിമയായിരുന്നു. മാതാവ് ഇത്രയും അനുഭവിച്ചത് ആദ്യമായിട്ടാണ് ഞാനും അറിഞ്ഞത്. ഈ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കിത് ഒരിക്കലും ഒന്ന് മനസ്സിലിങ്ങനെ ചിത്രീകരിച്ച് കാണാൻ പറ്റത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറിയം എലിസബത്തിനെ കാണാൻ പോകുന്ന ഭയങ്കര രസമായിരുന്നു ആ ഭാഗം. അത് ഭയങ്കര ഹൃദ്യമായിട്ട് തോന്നും ആ കാഴ്ച. മാതാവിൻ്റെ ആ നൊമ്പരം, മുന്നിയെ കാണാതെ പോയപ്പോഴുണ്ടായ ആ അനുഭവിച്ച നൊമ്പരം നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നേരിൽ കണ്ട് ഹൃദ്യമായിട്ട് ഇത്രയും മനസ്സിൽ പതിച്ച ഒരു സംവിധാനം അല്ലെങ്കിൽ കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇതിൻ്റെ നിർമ്മാതാവ് ജിജി കാർമലയത്തിനെയും അതിൻ്റെ സംവിധായകൻ ജോഷി ഇല്ലത്തിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു കൺസ്യൂമറിസ്റ്റിക് ഒരു കാലഘട്ടത്തിൽ ബിബ്ലിക്കലായിട്ടുള്ള സിനിമകൾ എടുക്കുകയും അതിൻ്റെ മൂല്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. 1.25 മണിക്കൂർ കടന്നുപോയത് എങ്ങനെയെന്ന് അറിയില്ല. കാരണം അതിൻ്റെ ഒട്ടും സീക്വൻസ് നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കാനായിട്ട് അതിൻ്റെ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് യൗസേപ്പായിട്ടും മറിയമായിട്ടും അഭിനയിച്ചവർ വളരെ നന്നായിട്ട് അവരുടെ പാർട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ എക്സലൻറ്റ്. ഈ വചനമൊക്കെ പ്രസംഗിക്കുന്നതിന് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ബൈബിള് വായിക്കുമ്പോൾ അതിൻ്റെ ഇച്ചിരിയേ കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല സിനിമയൊക്കെ ആയിരുന്നു. മാതാവ് ഇത്രയും ത്യാഗം അനുഭവിച്ചത് നമുക്ക് ഇപ്പം കണ്ടപ്പോഴാണ് പിടികിട്ടുന്നത്. ബൈബിൾ വായിച്ചാൽ തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനകൾ, മാതാവ് അനുഭവിച്ച വേദനകൾ നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ വേദന. എനിക്ക് തോന്നിയത് ബൈബിളിൻ്റെ ഒരു വിശുദ്ധിയും വിസ്മയവും ഒക്കെ നഷ്ടപ്പെടാത്ത രീതിയിൽ ആവിഷ്കരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ മഹിമയായിട്ട് തോന്നിയത്.